ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ കിറ്റെക്സ് MD സാബു M ജേക്കബും സർക്കാരും തമ്മിൽ വാഗ്പോര് രൂക്ഷമാവുകയാണ്. കിഴക്കമ്പലം ആരുടെയും പിതൃസ്വത്തല്ലെന്ന് മനസ്സിലാക്കിയാൽ നല്ലതെന്നാണ് PV ശ്രീനിജൻ MLA ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ സാബുവിന്റെ പ്രതികരണങ്ങൾക്കുള്ള മറുപടിയാണ് ശ്രീനിജൻ MLA ഫേസ്ബുക്കിൽ കുറിച്ചത്. സഹിൻ ആന്റണി നൽകും വിശദാംശങ്ങൾ. സഹിൻ, കേരളത്തിൽ ഇനി നിക്ഷേപം ഇറക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കിറ്റെക്സിന്റെ ഉടമ സംസാരിച്ചത്. ഇപ്പോൾ ശ്രീനിജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? വീണ്ടും ഒരു പോർമുഖം തുറക്കുകയാണ്. പ്രത്യേകിച്ച് ആന്ധ്രയിലടക്കം ക്ഷണം കിട്ടി കോടികളുടെ നിക്ഷേപം ഇറക്കാൻ കാത്തു നിൽക്കുകയാണ് സാബു. തീർച്ചയായിട്ടും ഒരു തുറന്ന പോരിലേക്ക് കിറ്റെക്സ് പോരാട്ടം പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം കിറ്റെക്സ് സാബുവും MLA ശ്രീനിജനും അല്ലെങ്കിൽ സർക്കാരും തമ്മിലുള്ള തർക്കം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആന്ധ്രയിലേക്ക് തനിക്ക് ക്ഷണമുണ്ടെന്നും അതുകൊണ്ട് തന്നെ താൻ ഇനി കേരളത്തിൽ വ്യവസായത്തിനായി പണം ഇറക്കുന്നില്ല എന്നുള്ളതുമാണ് സാബു ജേക്കബ് പറഞ്ഞിരുന്നത്. ഇതിന് മറുപടിയായി ഇന്നലെ P രാജീവ് മന്ത്രി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് അവരവർ നന്നായാൽ, വ്യക്തികൾ നന്നാകണമെങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾ അവസാനിക്കൂ എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു. മാത്രമല്ല, ഇത്രയധികം സ്ഥലം ഒരു സ്വകാര്യ സ്ഥാപനത്തിന് സൗജന്യമായി കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുത്താൽ മാധ്യമങ്ങൾ സർക്കാരിനെ വേട്ടയാടുമെന്നായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും കിറ്റെക്സ് സുഗമമായി നടന്നു പോകുന്നു എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിരുന്നു. അത് വാസ്തവമാണ്. കാരണം കിറ്റെക്സിന്റെ പ്രവർത്തനം ഇതുവരെ നിന്നിട്ടില്ല. മാത്രമല്ല, കേരളത്തിൽ വ്യവസായം നടത്തിയാണ് കിറ്റെക്സ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യവസായം വ്യാപിപ്പിക്കാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വ്യവസായത്തിന് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സാബു ഒരു പറയുന്ന പോലെ 2020 എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. എന്തായാലും ശ്രീനിജൻ MLA, കിഴക്കമ്പലത്തെ ശ്രീനിജൻ MLA, കുന്നത്തുനാട് MLA ആയിട്ടുള്ള ശ്രീനിജൻ, അദ്ദേഹം കിഴക്കമ്പലം ആരുടെയും പിതൃസ്വത്തല്ല, അത് മനസ്സിലാക്കിയാൽ നന്ന് എന്നൊരു സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വലിയ രീതിയിലേക്ക് ഈ വാക്പോര് മാറുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സേതു. ഓക്കെ സഹിൻ, അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കിറ്റെക്സ് സർക്കാർ പോര് കടുക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.